നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നീണ്ട ഒരിടവേളയ്ക്ക് ശേഷം പ്രവാസികൾക്ക് ചെറിയ ആശ്വാസമായി സൗദിയുടെ വാർത്ത. കൊറോണ വ്യാപനത്തിന്റെ ഭാഗമായി നിയന്ത്രണങ്ങൾ വീണ്ടും കടുപ്പിക്കുന്ന സാഹചര്യത്തിലാണ് ഏറെ നിർണായക റിപ്പോർട്ട് പുറത്തുവരുന്നത്. റീ എൻട്രി വിസ കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് സൗദിയിലേക്ക് മടങ്ങാൻ കഴിയാതിരുന്ന ആശ്രിത വിസക്കാർക്ക് രാജ്യത്ത് തിരിച്ചെത്തുന്നതിന് തടസ്സമില്ലെന്ന് പാസ്പോർട്ട് വിഭാഗം അറിയിച്ചു. പുതിയ വിസയിൽ തിരിച്ചെത്തുന്നതിനാണ് അനുവാദം നൽകുന്നത്. കോവിഡിനെ തുടർന്ന് നാട്ടിൽ പോയി തിരിച്ചെത്താൻ കഴിയാതിരുന്ന കുടുംബങ്ങൾക്ക് ആശ്വാസം പകരുന്നതാണ് സൗദി ജവാസാത്തിന്റെ ഈ തീരുമാനം. എന്നാൽ തൊഴിൽ വിസയിൽ കഴിഞ്ഞിരുന്നവർ റീ എൻട്രിയിൽ പോയി തിരിച്ചു വരാതിരുന്നാൽ 3 വർഷം വരെ വിലക്ക് നിലനിൽക്കുമെന്നും ബന്ധപ്പെട്ടവർ വ്യക്തമാക്കി. ഇത്തരക്കാർക്ക് പഴയ സ്പോൺസറുടെ കീഴിലേക്ക് തന്നെ വീണ്ടും വരുന്നതിന് വിലക്ക് തടസ്സമാകില്ലെന്നും ജവാസാത്ത് വൃത്തങ്ങൾ നേരത്തെ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം കോവിഡ് നിയന്ത്രണത്തിന്റെ ഭാഗമായി സൗദി അറേബ്യയിൽ പൊതുജന സേവനത്തിന് ഏർപ്പെടുത്തിയ തവൽക്കന മൊബൈൽ ആപ്പിൽ കൂടുതൽ സേവനങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അബ്ഷീർ പോർട്ടലിന്റെ സഹായമില്ലാതെ തന്നെ തവൽക്കന ആപ്പിലൂടെ ഉപയോക്താക്കളുടെ മൊബൈൽ നമ്പർ നേരിട്ട് അപ്ഡേറ്റ് ചെയ്യാമെന്നതാണ് പുതുതായി ഉൾപ്പെടുത്തിയ സേവനങ്ങളിൽ പ്രധാനപ്പെട്ടത്. തവൽക്കന ആപ്പിലെ മൊബൈൽ നമ്പർ ഐഡന്റിഫിക്കേഷൻ സേവനം വഴി തങ്ങളുടെ ആശ്രിതരെയോ സുഹൃത്തുക്കളെയോ മറ്റേതെങ്കിലും വ്യക്തിയെയോ നേരിട്ട് രജിസ്റ്റർ ചെയ്യാനും സാധിക്കും. ഇവർക്ക് അബ്ഷീർ പോർട്ടലിൽ അക്കൗണ്ട് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഏത് സമയത്തും വ്യക്തിയുടെ മൊബൈൽ നമ്പർ മാറ്റാനും ആപ്പിൽ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിദേശ തൊഴിലാളികൾക്ക് അവരുടെ താമസരേഖയുടെ നിയമപരമായ നില പരിഗണിക്കാതെ തന്നെ ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്യാൻ അനുവാദം നൽകിയിട്ടുണ്ട്. ആപ്ലിക്കേഷന്റെ പുതിയ പതിപ്പിൽ ഇഖാമ നമ്പറിനെ അടിസ്ഥാനമാക്കി നീതിന്യായ മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിവിധ സേവനങ്ങളും ലഭ്യമാകുന്നതാണ്. പുതിയ സേവനങ്ങളിൽ നിന്ന് പ്രയോജനം നേടുന്നതിനും ആപ്ലിക്കേഷൻ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനും ഗൂഗിൾ പ്ലേ, ആപ്പ് സ്റ്റോർ, ആപ്പ് ഗാലറി തുടങ്ങിയ സ്റ്റോറുകൾ വഴി തവൽക്കന ആപ്ലിക്കേഷന്റെ ഏറ്റവും പുതിയ വേർഷൻ അപ്ഡേറ്റ് ചെയ്യാൻ എല്ലാ ഉപയോക്താക്കളോടും അധികൃതർ ആവശ്യപ്പെടുകയുണ്ടായി. മാളുകൾ, ഷോപ്പുകൾ, റെസ്റ്റോറന്റുകൾ, പൊതുസ്ഥലങ്ങൾ എന്നിവയിൽ പ്രവേശിക്കാൻ ഇപ്പോൾ തവൽക്കന ആപ്ലിക്കേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.